ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. അനിഷേധ്യമായ ആ മഹാസംഭവം അരങ്ങേറുമ്പോൾ അന്ത്യനാളിൻ്റെ മറ്റൊരു നാമമാണ് അൽ വാഖിഅ. അത് നടപ്പിലാക്കാൻ അള്ളാഹു തീരുമാനിക്കുന്ന നിമിഷം അതിനെ തിരിച്ചുവിടാനോ പ്രതിരോധിക്കാനോ നിർത്തിവെപ്പിക്കാനോ ഒരാൾക്കും കഴിയില്ല. അത് ചിലരെ താഴ്ത്തുകയും ചിലരെ ഉയർത്തുകയും ചെയ്യും. ഭൂമി കിടുകിട പ്രകമ്പിതമാകുകയും പർവ്വതങ്ങൾ പൊടിഞ്ഞ് തരിപ്പണമാക്കപ്പെടുകയും ചെയ്താൽ, അങ്ങനെ അത് പാറിപ്പറക്കുന്ന പൊടിപടലങ്ങളാവുകയും നിങ്ങൾ 3 കക്ഷികളാവുകയും ചെയ്താൽ, അവരിൽ വലതുകരങ്ങളിൽ കർമ്മരേഖ ലഭിക്കുന്നവരുണ്ടല്ലോ, ആ വലതുപക്ഷക്കാർ എത്ര സൗഭാഗ്യവാന്മാർ! ഇടതുകരങ്ങളിൽ കർമ്മരേഖ ലഭിക്കുന്നവരുണ്ടല്ലോ, ആ ഇടതുപക്ഷക്കാർ എത്ര ഹതഭാഗ്യർ! നന്മയിലേക്ക് മുന്നേ നടന്നവരാണ്, സ്വർഗത്തിലേക്ക് മുന്നേ നടക്കുന്നവരെ. അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവർ. അനുഗ്രഹീത ആരാമങ്ങളിലാണവർ. പൂർവികരിൽ നിന്നുള്ള ഒരു വൻ സംഘവും പിന്മുറക്കാരിൽ നിന്നുള്ള ഒരു ചെറു സംഘവും. രത്നകവചിത കനകക്കട്ടിലുകളിൽ അവർ മുഖാമുഖം ചാരിയിരുന്ന് ഉല്ലസിക്കും. കോപ്പകളും കൂജകളും മദ്യചഷകങ്ങളുമായി നിത്യബാലന്മാർ അവർക്ക് ചുറ്റുമുണ്ടാകും. വലതുകക്ഷി, ഇടതുകക്ഷി, നന്മയിൽ മുൻകടന്നവർ എന്നിവരാണ് 3 കക്ഷികൾ. അവരിൽ 2 വിഭാഗം സ്വർഗത്തിലാണ് മുൻകടന്നവർ. അസ്സാബിഖൂൻ പ്രവാചകന്മാരെന്നും ഓരോ സമുദായത്തിൽ നിന്നും മുൻപന്തിയിൽ നിൽക്കുന്നവരാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ഈ വചനത്തിൽ പൂർവികർ, പിന്മുറക്കാർ എന്നിങ്ങനെ പറഞ്ഞ് ഈ സമുദായത്തിലെ മുൻഗാമികളും പിൻഗാമികളുമാണെന്നാണ് പണ്ഡിതന്മാരുടെ പ്രബലപക്ഷം. ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവരാണ് പൂർവികരെന്നും അവിടം മുതൽ അന്ത്യനാൾ വരെയുള്ളവർ പിന്മുറക്കാർ എന്നും അഭിപ്രായമുണ്ട്.